OCD എന്ന് പറയുന്ന ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കാരണം പല സിനിമകളിലും ഇപ്പൊ OCDനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ODD എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രധാനമായും നമ്മളുടെ കുട്ടികളിലും കൗമാരപ്രായക്കാരിലും കാണുന്ന ഒരു ധിക്കാരപരമായിട്ടുള്ള സ്വഭാവ വൈകല്യമാണ് ഈ പറഞ്ഞ ODD അഥവാ ഓപ്പോസിഷണൽ ഡീവിയന്റ് ബിഹേവിയർ അഥവാ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കുട്ടികൾ അവരുടെ അതോറിറ്റി ഫിഗേഴ്സിനോട്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു അതോറിറ്റി ഫിഗർ ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ അധികാരികളായിട്ട് കാണുന്നത് അവരുടെ പാരൻസിനെയോ ഗാർഡിയനെയോ അവരുടെ ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ സ്കൂളിലുള്ള മറ്റധികാരികളെയോ ഒക്കെ ആയിരിക്കും. സോ അത്തരം ആൾക്കാരോട് അവർ ധിക്കാരപരമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യും. അവരെന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതനുസരിക്കാതിരിക്കുക, പർപ്പസ്ഫുള്ളി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ബ്രേക്ക് ചെയ്യുക, അമിതമായിട്ട് ദേഷ്യപ്പെടുക, താൻ ചെയ്ത കുറ്റങ്ങൾ അല്ലെങ്കിൽ മിസ്റ്റേക്സുകളൊക്കെ മറ്റുള്ള കുട്ടികളുടെ മേലെ കെട്ടിവെക്കാനുള്ള ഒരു പ്രവണത കാണിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ODDയുടെ ലക്ഷണങ്ങൾ. പലപ്പോഴും നമ്മളുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള ബിഹേവിയർ കാണിക്കുമ്പോൾ അത് അവരുടെ തമാശയായിട്ടും കുസൃതിയൊക്കെ ആയിട്ടാണ് പലപ്പോഴും പാരൻസ് ഒക്കെ കണക്കാക്കുന്നത്. പക്ഷെ നിരന്തരം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിങ്ങിലൂടെയും തെറാപ്പീസിലൂടെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ODD. അതോടൊപ്പം തന്നെ ആസ് എ പാരന്റ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ചേഞ്ചസുകളെ കൃത്യമായി ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട പരിചരണവും ശ്രദ്ധയും കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യവും.